ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രസ്താവന, അങ്ങനെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന ചിലപ്പോൾ ആദ്യമാണ് എന്ന് എനിക്ക് തോന്നിപ്പോകും. നമ്മുടെ ഈ സംഘപരിവാറിന്റെ അണികളും ചില നേതാക്കന്മാരൊക്കെ പറയും അഖണ്ഡ ഭാരതം ഉണ്ടാകും, ബംഗ്ലാദേശ് ഞങ്ങൾ പിടിച്ചെടുക്കും, പാകിസ്ഥാൻ പിടിച്ചെടുക്കും എന്നൊക്കെ പറയും. അതിനെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ, നമ്മളൊരു രാജ്യസ്നേഹത്തിന്റെ ഒരു സ്പിരിറ്റിൽ കണ്ട് ഒരു കാതിൽ കൂടെ കേട്ട് വേറൊരു കാതിൽ കൂടെ കളയാറാണ് ഇത്. പക്ഷെ ഇപ്പോ നമ്മുടെ രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു രാഷ്ട്രീയ കോളിളക്കം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിലെ സിന്ധ് വിഷയത്തിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു വലിയ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെയൊന്നും പ്രസ്താവന നടത്താത്തതാണ്. സ്വാഭാവികമായിട്ടും പാക് അധീന കശ്മീരിന്റെ വിഷയത്തിൽ നമ്മൾ പ്രസ്താവന നടത്തും. അത് നമ്മുടെ സ്ഥലമാണ്, അത് നമ്മുടെ സ്ഥലം അവർ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്, നമുക്കത് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മുടെ ഭാഗമാകുമെന്ന് പറയുന്നതിൽ തെറ്റില്ല, അത് പ്രസ്താവന നടത്താം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിന്ധ് ഭൂമി ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ലെങ്കിലും സിന്ധി നാഗരികത എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ മാറുന്നു. ആർക്കറിയാം നാളെ സിന്ധ് ഇന്ത്യയുടെ ഭാഗമായി മടങ്ങി വരുമോ എന്ന്. ചിലപ്പോൾ മടങ്ങിയേക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. ഇത് പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത്. ഇതെന്താണ് ഇവർ ഈ പറയുന്നത്? ഒരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. പോരാത്തതിന് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഉപദേശവും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അത് അനാവശ്യമാണെന്ന് ഞാനല്ല പറയുന്നത്, ദേശീയ മാധ്യമങ്ങളാണ് പറയുന്നത്. ഈ ഉപദേശം അനാവശ്യമാണ്, കാരണം ഇതിന് മറുപടി കൊടുക്കുക മാധ്യമങ്ങൾ തന്നെ മതി. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തൂ, അവരെ നിങ്ങൾ പീഡിപ്പിക്കുന്നില്ലേ. ആരാണ് ഈ പറയുന്നത്? പാകിസ്ഥാൻ ഇന്ത്യയോട് നമ്മുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നമ്മളോട് പറയും. അപ്പോൾ ഇതൊക്കെ വെറും അനാവശ്യമായിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഒരു മറുപടി കൊടുക്കുമെന്ന് അറിയില്ല. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം, ഇന്ന് രാവിലെ പാകിസ്ഥാനിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായി. ചാവേർ ആക്രമണം എന്നാണ് പറയുന്നത്. 2 ചാവേറുകളെ വധിച്ചു എന്ന് കേൾക്കുന്നു. അതിൽ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ഉടനെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അസീം മുനീറോ ഒക്കെ പറഞ്ഞിരിക്കും ഇന്ത്യ ആണ് ഇതിന്റെ പിന്നിലെന്ന്, ഇന്ത്യയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പറയാനുള്ള ഒരു സാധ്യതയും കൂടെ നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇന്ത്യ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ പ്രകോപിപ്പിക്കുന്നുണ്ടോ, നമ്മുടെ സിന്ധ് അവർ പിടിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന, ഒരു അസാധാരണമായിട്ടുള്ള പ്രസ്താവന എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? നമ്മൾ അങ്ങനെ പ്രസ്താവന നടത്താത്തതാണല്ലോ. യഥാർത്ഥത്തിൽ സിന്ധ് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പല ആൾക്കാരും, പല സംഘപരിവാർ നേതാക്കളും, പല ആൾക്കാരും, എന്തിനു പറയുക, സംഘപരിവാർ അല്ലാത്ത ആൾക്കാരും, നിഷ്പക്ഷ ഹിന്ദുക്കൾ പോലും, മതമൗലികവാദികളുടെ കേസ് നമ്മൾ എടുക്കുന്നത്, അവർ പറയുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയത് എന്ത് നന്നായെന്നാണ്. കാരണം ഈ 33 കോടി ജനങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതി എന്തായിരിക്കും? സത്യം പറഞ്ഞ ഇന്ത്യയുടെ ഗതി അധോഗതിയായി പോലെ. കാരണം അവരെയും പോറ്റണം, അവരുടെ വികസനം, അവരുണ്ടാകുന്ന തീവ്രവാദം. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സഹിക്കാനായിട്ട് പറ്റുന്നത്? അപ്പൊ പിരിഞ്ഞു പോയത് എന്തുകൊണ്ടും നന്നായി എന്നാണ് പല ആൾക്കാരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മന്ത്രിമാര് പറയുന്നത് സിന്ധിനെ ഇങ്ങോട്ടേക്ക് പിടിക്കും, അവരെ ഇങ്ങോട്ടേക്ക്. അപ്പൊ അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങളെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ, ഇങ്ങോട്ടേക്ക് നമ്മൾ ചേർക്കുന്ന പോലെയാണല്ലോ. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ വയ്യാവേലി, അതായത് വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിടുന്ന ഒരു സെറ്റപ്പാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ ഇതിനോടുള്ള ഒരു പ്രതികരണം എനിക്ക് വേണം. ഈ വാർത്തയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാൻ കണ്ട ആംഗിള്, അത് ഞാൻ വിശദീകരിച്ച് പറയാം. മറ്റൊന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞതിന്റെ ആംഗിള്. അദ്ദേഹം ഒരിക്കൽ പോലും അത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, സ്വയം വന്നു ചേരും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്ന് ലോകത്ത് എവിടെയും നമ്മൾ നോക്കിയാല് എല്ലാ രാജ്യങ്ങളും പണ്ട് പിരിഞ്ഞുപോയ രാജ്യങ്ങൾ ഒന്നാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയെ നമ്മൾ എല്ലായിടത്തും കാണാം. മുമ്പ് USSR ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് പിരിഞ്ഞുപോയ അനവധി രാജ്യങ്ങളുണ്ട്. ചെച്നിയ, ബോസ്നിയ, പിന്നെ താജിക്കിസ്ഥാൻ, അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ, നമ്മുടെ ഈവൻ ഉക്രൈൻ പോലും. അവിടെയുള്ള എന്തുകൊണ്ടാണ് ഈ 3 വർഷം നീണ്ടത് ഉക്രൈനിലെ യുദ്ധം? റഷ്യയെ പോലെ കരുത്തരായ ഒരു വലിയ സൈന്യമുള്ള അല്ലെങ്കിൽ വലിയ ആയുധബലമുള്ള ഒരു രാജ്യത്തിന് ഉക്രൈനെ കീഴ്പ്പെടുത്താൻ 10 മിനിറ്റ് പോലും വേണ്ട. പക്ഷെ ഇപ്പോഴും 3 വർഷം നീണ്ടുപോയത് എന്താണ്? അതൊരു വൈകാരികമായ വിഷയമാണ്. റഷ്യൻസ് അവിടെയുണ്ട്, അവരുടെ രക്തം തന്നെയാണ് അവിടെ. ഇതൊരു വൈകാരികമായി തന്നെ എല്ലായിടത്തും ഇത് അലയടിക്കുന്നുണ്ട്. അപ്പോ അതിർത്തികൾ മായുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിർത്തികൾ മായാൻ പോകുന്ന ഒന്ന് ഉക്രൈന്റെ തന്നെയാണ്. റഷ്യ അവിടെ വലിയ രീതിയിൽ തന്നെ കടന്നു കയറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് മുൻപോട്ട് വെക്കുന്ന സമാധാന കരാറും അത് വിട്ടുകൊടുക്കൂ റഷ്യക്ക് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഒരു ഭാഗമാകും, അതിർത്തികൾ മാറ്റി വരയ്ക്കാം. മുമ്പ് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല, ഓരോ രാജ്യത്തിന്റെ അതിർത്തികൾ മാറുമോ എന്നുള്ളത്. രണ്ടാമത്തെ, തായ്വാനെ കീഴ്പ്പെടുത്താനായി ചൈന അത് പിടിച്ചെടുക്കുകയാണ്. കാരണം ഓൾറെഡി തായ്വാന്റെ പ്രവിശ്യയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ മാറ്റങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഈ പഴയതുപോലെ ഇപ്പോൾ ഒരു രാജ്യവും വേറൊരു രാജ്യത്തെ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നില്ല.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പണം തരാൻ കാനഡ ഇങ്ങ് തരൂ എന്നാണ് പറയുന്നത്. ഒന്നുകിൽ പണം കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാങ്ങുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. പക്ഷേ സിന്ധു പ്രദേശം ഇതുകൊണ്ടൊന്നുമല്ല ഇന്ത്യയിലേക്ക് ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വലിയ ഒരു വിഷനാണ്. സാധ്യത വളരെ കൂടുതലാണ് ധനുഷേ. ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഈ സിന്ധു പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1937 ബ്രിട്ടീഷുകാരാണ് ഈ സിന്ധു പ്രവിശ്യ ഉണ്ടാക്കുന്നത്. നമ്മുടെ ആണത്. നിലവിൽ 2023 കണക്ക് പ്രകാരം 8.8% ഹിന്ദുക്കൾ ഇപ്പോഴുമുണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് ഉണ്ട്, കുറെ ബുദ്ധരുണ്ട്. ഈ നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് ഈ സിന്ധു പ്രവിശ്യ, പ്രൊവിൻസ്. അവിടെ ഹിന്ദു ബുദ്ധ വിഹാരങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. അതിലെ കുറെയൊക്കെ ഈ പട്ടന്മാര്, ഭീകരന്മാര് തകർത്ത് കളഞ്ഞു. ഹിന്ദുക്കളെ കുറേയധികം കൊന്നൊടുക്കി. ഇപ്പോഴും ഈ 2023 കണക്ക് 8.8 ഉണ്ടെന്നാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ചേരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മള് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു മുമ്പ് സിന്ധു നദീജല കരാർ സ്റ്റോപ്പ് ചെയ്തു, ബാൻ ചെയ്തു. നമ്മൾ ബാൻ ചെയ്തതല്ല, തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തിവെച്ചു. അതിന്റെ കെടുതികൾ ഓൾറെഡി പാകിസ്ഥാനിൽ തുടങ്ങിയിട്ടില്ല ശരിക്കും. ഇപ്പൊ ചെറുതായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പൊ പവർ കട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, കടൽ കയറി വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇനി സിന്ധു പ്രവിശ്യയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. ഇനി കൃഷി പോട്ടെ, കുടിവെള്ളത്തിന് വേണ്ട ഒരു സാധനം, വെള്ളം എന്ന് പറയുന്നത്, കുടിവെള്ളത്തിന് വെള്ളമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും. ജലം. എങ്ങനെയാണ് ലോകത്ത് രാജ്യങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്? നദീതടങ്ങളിലാണ് സംസ്കാരവും രാജ്യങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്, അല്ലെ? നദി ഇല്ലെങ്കിൽ ഈ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പണ്ടാരോ പറഞ്ഞത് ഇനിയുള്ള യുദ്ധം ജലത്തിന് വേണ്ടിയാകുമെന്നുള്ളത്. അപ്പൊ കുടിവെള്ളം, നാളെ എന്റെ ഒരു നിഗമനമാണ് ഞാൻ പറഞ്ഞത്, നാളെ ഇന്ത്യ പാകിസ്ഥാനിൽ വലിയ വാർ നടക്കുകയും അതില് വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഉള്ള തീവ്രവാദികളെല്ലാം ജീവനും കൊണ്ട് പരക്കം പായും. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇതിന് ശേഷം വരണ്ടുണങ്ങിയ സിന്ധു പ്രവിശ്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് വെള്ളമാണ്. കാരണം അവർ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയായിരുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായി തന്നെ ആ ജനം വരാൻ ഒരുപക്ഷെ ഇന്ത്യയോട് ഇങ്ങോട്ടേക്ക് അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ കുടിവെള്ളം ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം കൃഷി ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരു സാധ്യത തന്നെയാണത്. കാരണം എല്ലായിടത്തും അങ്ങനെ തന്നെ ചില സാധ്യതകൾ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴെങ്ങനെയാണ് ചിക്കനൊക്കെ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നുണ്ടല്ലോ, നമ്മുടെയാണത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതാണ്. പക്ഷെ ഇവിടെ പാകിസ്ഥാന്റെ പക്ഷം നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇത്രത്തോളം ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ രാജ്നാഥ് സിംഗ് സിന്ധു പ്രവിശ്യയെ ലക്ഷ്യം വെക്കുമ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് ആ സിന്ധു പ്രവിശ്യയിലുള്ള ഹിന്ദുക്കളാണ്. അപ്പൊ അവിടെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ ധ്വംസനം നടക്കുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് ഇന്ത്യ. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റിടങ്ങളിലെ കാര്യമാണെങ്കിൽ ഇപ്പോൾ സിന്ധു പ്രവിശ്യയിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സിന്ധു പ്രവിശ്യയുടെ ബോർഡർ എവിടെയൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന് രാജസ്ഥാനാണ്, താർ മരുഭൂമിയാണ്. ഇതിന്റെ ഈ തെക്കൻ ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാൺ ഓഫ് കച്ച് ആണ്. സക്രീക്ക് നമ്മൾ കുറെ ദിവസം ചർച്ച ചെയ്യുന്നത്. ഈ സക്രീക്കാണ് ഇതിനകത്ത് ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് നമ്മൾ സക്രീക്കാണ് ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ അവിടെ അടിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ശ്രദ്ധ പതിപ്പിക്കുന്ന ഇതാണ്. അവിടെങ്ങാണ് എന്തെങ്കിലും ചെയ്താൽ നിന്റെ കറാച്ച് തകർത്ത് കളയുമെന്നാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് അടക്കം നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഇലയാണെങ്കിൽ മതി അടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞത്. ഈ സക്രീക്കിനോട് ചേർത്ത് നടക്കുന്ന ഭാഗമാണ് ഈ സിന്ധു പ്രദേശം. അതാണ് പറഞ്ഞത്. അടിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് നമ്മൾ അത് ഇൻകേസ് അത് നമ്മളിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായ സിന്ധു പ്രദേശം നമ്മളിൽ വരില്ലേ? പാകിസ്ഥാനെ ചൊടിപ്പിച്ചത് ഈ പോയിന്റാണ്. സിന്ധു പ്രവിശ്യയുടെ ആ കിടപ്പാണ് അവര് ചിന്തിച്ചത് പെട്ടെന്ന്. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് ബൗദ്ധിക തലത്തിലുള്ള സൈദ്ധാന്തികമായ ഒരു അവലോകനമായിരുന്നെങ്കിൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭയപ്പെടുന്ന കാര്യം റാൺ ഓഫ് കച്ച് അടിക്കും, ഇല്ല അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ശ്രീമാൻ രാജ്നാഥ് സിംഗ് പറയാതെ പറഞ്ഞു വെച്ചത്. കാരണം സിന്ധു പ്രവിശ്യയായിട്ട് എല്ലാം ഈ സാധനം, അതിന്റെ ഒരു ബോർഡറാണിത്. അതാണ് പറഞ്ഞു വെച്ചത്. അതാണ് അവരെ ചൊടിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഹിന്ദുക്കളുടെ പേരിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ലോകത്തിന് മുഴുവൻ ന്യൂനപക്ഷ പീഡനം നടത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും കഴിയും. ഈ രണ്ട് കാര്യമാണ്. ഇത് സിന്ധു പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഉഗാണ്ട കിടക്കുന്ന പ്രദേശമൊന്നുമല്ല. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിനോട് ചേർന്നുള്ള സക്രീക്ക് പ്രദേശത്തെയാണ് സിന്ധു പ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ അടിക്കാനായി കാത്തിരിക്കുന്ന പ്രദേശം, നമ്മൾ ഏറ്റവും കൂടുതൽ സൈന്യത്തെ കൊണ്ടിറക്കിയിരിക്കുന്ന പ്രദേശം, ഏറെയാണെങ്കിൽ നിന്നെ തീർത്ത് കളയുമെന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ആ സിന്ധു പ്രവിശ്യ ആ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തി പോലും ഇന്നുവരെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. ഈ പറയുന്ന സക്രീക്കിന്റെ ആ 96 കിലോമീറ്റർ വരുന്ന കടലിന്റെ മധ്യഭാഗം തൊട്ട് നമുക്കുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല. അതിന്റെ കിഴക്കേ അറ്റം, അതായത് ഗുജറാത്തിന്റെ ബോർഡർ വരെ ഞങ്ങളുടെയാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അടുത്തടിക്ക് എന്തായാലും അത് പറയാൻ കഴിയുമോ? അടുത്തടി കഴിയുമ്പോൾ അത് പറയാൻ കഴിയുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് അത് ആരുടേതാകും. അപ്പൊ അതാണ് അതിന്റെ ഒരു റിയൽ ഫാക്ട്. അങ്ങനത്തെ അർത്ഥത്തിലും കാണാം. ഇപ്പൊ രണ്ടർത്ഥത്തിലും നമുക്ക് കാണാം. ഇനി ഭൗതികപരമായി സമാധാന പ്രിയർക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം എടുക്കാം. അതല്ല, പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് രണ്ടാം ഭാഗവും എടുക്കാം. കാരണം ഇങ്ങനെയുള്ള വാർത്തകളുടെ അവസാനത്തെ നിഗമനം, നമ്മൾ ഇവിടെ അനാലിസിസ് ആണ് നടത്തുന്നത്, വാർത്ത അല്ല, വാർത്ത അവലോകനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഈ വാർത്തയിൽ എന്ത് വേണമെങ്കിലും പ്രേക്ഷകർക്ക് എടുക്കാം. ഭൗതിക തലത്തിലാണെങ്കിൽ, സമാധാന പേരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിന് സാധ്യതയുണ്ട്. കാരണം ഒരു എന്താണ് പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഏകീകരണം അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഏകീകരണം, അതിന് വഴി തെളിയാനായിട്ട് ഒരുപാട് വഴി നരേന്ദ്രമോദി വെട്ടിയിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സിന്ധു നദീജല കരാർ. ആ ഒരു കരാർ മാത്രം മതി ഈ പാകിസ്ഥാനെ വട്ടം ചുറ്റിക്കാൻ. ഒരു ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ ധനുഷ് നോക്കിക്കോ, പാകിസ്ഥാൻ ഈ പറഞ്ഞ സിന്ധു പ്രവിശ്യയിലും പഞ്ചാബ് പ്രവിശ്യയിലും വമ്പൻ കലാപമായിരിക്കും. ഇപ്പൊ തന്നെ അവിടെ കറണ്ട് കട്ടായി കഴിഞ്ഞു. വെള്ളം വേണ്ടേ? ഇനി 30% ജലം മാത്രമേ ഈ പാകിസ്ഥാന്റെ പക്കലുള്ളൂ. 30 തീർന്നു കഴിഞ്ഞാൽ മണ്ണ് വാരി തിന്നാൻ പറ്റും. വെള്ളത്തിന് വെള്ളം തന്നെ വേണം നമുക്ക്. അതാണ് അതൊരു വിഷയം. അങ്ങനെയുള്ളവർക്ക് അതുവരെ കാത്തിരിക്കേണ്ടി വരും. അതല്ല, അടിയിലൂടെ പിടിച്ചെടുക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ അത് സംഭവിക്കും. അങ്ങനെ രണ്ടർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിന്ധു പ്രവിശ്യ നമ്മളുടെ ഒപ്പം എത്തും. ഇപ്പൊ ഉറപ്പായില്ലേ എത്തുമെന്ന്? ഇനി എന്തെങ്കിലും സംശയം ഇല്ല. അപ്പൊ വളരെയധികം വൈഡ് ആസ്പെക്റ്റുകളുള്ള ഒരു കണ്ടന്റ് ആണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അല്ല എങ്ങനെ എടുത്താലും അല്ല മനുഷ്യ എങ്ങനെ എടുത്താലും ഇത് ഇന്ത്യയുടെ ഭാഗമാകും. മറ്റു തരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാന പ്രിയർക്ക് അല്പം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ ജനത്തിന് വേറെ പോകാൻ വഴിയില്ല. രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുന്ന, ഈ പെട്ടെന്ന് അടി ഇടി എന്നൊക്കെ പറയുന്ന ടീമുണ്ടല്ലോ നമ്മുടെ, എന്താ ഈ പെട്ടെന്ന് വികാരം വരുന്ന ടീമുകൾ, അവർക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ എടുക്കാം എന്നാണ്. അങ്ങനെ ആളുകൾക്ക് അങ്ങനെ പറഞ്ഞത്, നിനക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇന്ത്യ അടിക്കണം പിടിക്കണം എന്നൊക്കെ. അങ്ങനെയുള്ളവർക്കും അങ്ങനെ ആകാം. രണ്ട് രീതിയിലും ഇത് കാണാം.